നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോതമംഗലം ഉപവാസ സമരത്തിനിടെ പോലീസ് അറസ്റ്റ് ചെയ്ത DCC പ്രസിഡന്റ് ഷിയാസ് ഖാന്റെയും MLA മാത്യു കുഴൽനാടൻ്റെയും അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. സമാധാനപരമായി നടന്നുവന്ന ഉപവാസ സമരത്തെ നരനായാട്ടിലൂടെ പോലീസ് വേട്ടയാടിയ രീതി ശരിയല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അറസ്റ്റിനെ തുടർന്ന് അർദ്ധരാത്രി 12 മണിക്ക് ശേഷം സമരപ്പന്തലിൽ എത്തിയ അദ്ദേഹം MLA ഉൾപ്പെടെയുള്ളവരെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് DGPയോട് ആരാഞ്ഞു. അഡീഷണൽ DGP അജിത് കുമാറിനോട് ഇതേപ്പറ്റി സംസാരിച്ചെന്നും ഇത്തരത്തിൽ മൃഗീയമായ പോലീസ് നടപടി തനിക്ക് കടുത്ത അമർഷമുണ്ടെന്നും പ്രതികരിച്ചു. എന്നാൽ ഇരുവരെയും ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയതെന്ന പ്രതികരണത്തോടെ സമീപത്തൊന്നും ആശുപത്രികളില്ല എന്നതാണ് താൻ മനസ്സിലാക്കിയതെന്ന് വ്യക്തമാക്കി. ഇടുക്കിയിൽ സമരം ചെയ്യുന്നതിനിടെ പോലീസിനെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തായിരുന്നു മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴൽനാടനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവനിര പ്രതിഷേധത്തിൻ്റെ മുന്നണി പോരാളിയായ മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴൽനാടനെയും ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പോലീസ് തലേ ദിവസം വളഞ്ഞിട്ട് പിടിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പ്രവർത്തകരെ അടിച്ചോടിച്ച് മുഹമ്മദ് ഷിയാസിനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് എഴുതി ചേർക്കുകയായിരുന്നു. എന്നാൽ സത്യം തിരിച്ചറിഞ്ഞ കോടതി കുറ്റാരോപിതനായ മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴൽനാടനെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. പിണറായി വിജയൻ പോലീസ് എഴുതി ചേർത്ത വകുപ്പുകൾക്ക് കീറക്കടലാസിൻ്റെ വില പോലും നൽകാതെയാണ് കോടതി ജാമ്യം നൽകിയതെന്നും പ്രവർത്തകർ പ്രതികരിച്ചു. ജാമ്യത്തിൽ ഇറങ്ങിയ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനങ്ങൾക്കൊപ്പം ഇപ്പോഴും സമരം തുടരുകയാണ്. അർദ്ധരാത്രിയിൽ അതിനാടകീയമായി ആയിരുന്നു അറസ്റ്റ് നടന്നത്. പോലീസിൻ്റെ ഈ നാടകീയമായ അറസ്റ്റിനെ തുടർന്ന് അർദ്ധരാത്രി തന്നെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സംഭവസ്ഥലം സന്ദർശിക്കുകയായിരുന്നു. അറസ്റ്റിനു ശേഷം തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തിയെങ്കിലും കോടതി ഇരുവരെയും വെറുതെ വിടുകയായിരുന്നു.